നമസ്തേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗ്രഹമൗഢ്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. അതിൽ തന്നെ പ്രധാനമായിട്ടും ചന്ദ്രനെക്കുറിച്ച് പലരും സൂചിപ്പിച്ചു, ചിലർ ഫോൺ ചെയ്ത് ചോദിച്ചു. സൂര്യനോട് അടുക്കുന്ന ചന്ദ്രൻ, അതായത് അമാവാസിയോടെ ഉള്ള ചന്ദ്രൻ, അപ്പോൾ ഭാര്യാഭാവത്തിന് ഗുണം ചെയ്യുമോ എന്നുള്ള തരത്തിൽ അത് കേട്ടു എന്നുള്ളതാണ്. സത്യത്തിൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ചന്ദ്രന് ഒരു ധർമ്മമാണുള്ളത്. ചന്ദ്രൻ്റെ പ്രധാനമല്ല, ഒറ്റ ധർമ്മമേ ഉള്ളൂ, മാതൃധർമ്മം. അപ്പോൾ മാതൃധർമ്മം എന്ന് പറയുന്നത് ചന്ദ്രൻ സൂര്യനോടടുക്കുമ്പോൾ ഉണ്ടാവില്ല. കാര്യം, ഒരു ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നത് മാതൃധർമ്മം അനുവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഭാര്യാധർമ്മം അനുവർത്തിക്കും. അപ്പോൾ ഭാര്യാധർമ്മം അനുവർത്തിക്കുന്ന സമയത്ത് മക്കളെ ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ സൂര്യനോടടുക്കുമ്പോൾ ഭാര്യാധർമ്മമാണ് അനുവർത്തിക്കുക. അതുകൊണ്ട് തന്നെ മക്കളെ ശ്രദ്ധിക്കുകയോ മക്കൾക്ക് ഗുണം ചെയ്യുകയോ മക്കൾക്ക് നല്ലത് വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെയും വരും. അതാണ് കൺസെപ്റ്റ്. അതുകൊണ്ടാണ് അമാവാസിയോട് അടുക്കുന്ന ചന്ദ്രന് ശുഭഫലങ്ങളല്ല ഉണ്ടാവുക. അത് മൗഢ്യം തന്നെയാണ്. മൗഢ്യം മീൻസ് അത് കുറച്ച് ഒന്നുകൂടി മനസ്സിരുത്താൻ വേണ്ടിയാണ് അങ്ങനൊരു ഇതുകൂടി സ്റ്റോറി പോലെ പറഞ്ഞത്. ഓക്കെ, എന്തായാലും അതിൽ സൂര്യനും ശനിയും തമ്മിലുള്ള ബന്ധത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. സൂര്യ-ശനി ബന്ധം വരുന്നത് വളരെ അടുത്ത ഡിഗ്രികളിൽ വരുമ്പോൾ ദോഷമായിട്ട് ഭവിക്കും എന്നതിനെക്കുറിച്ചും പറഞ്ഞു. മൗഢ്യം പിതൃനാശം വരും എന്ന് പറഞ്ഞു. പിതൃസ്വത്തുക്കളിൽ നാശം വരും, പിതാവിന് ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് പല പ്രായമാണ് കേട്ടോ. അത് എപ്പോഴാണ് നാശം വരിക? സൂര്യശനി ബന്ധം വന്നു എല്ലാ ജാതകത്തിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടൻ നാശം എന്നല്ല നമ്മൾ പറയേണ്ടത്. സൂര്യദശയോ ശനിദശയോ വരുമ്പോൾ മാത്രമാണ് നാശമായിട്ട് വരുള്ളൂ. ദശയാണ് ഇമ്പോർട്ടൻ്റ്. ജാതകത്തിൻ്റെ ഏറ്റവും പ്രധാന പോയിൻ്റ് ഒരു രണ്ട് കൈകളിൽ ഒരു കൈ ദശ, ഒരു കൈ ലഗ്നമാണ്. ഒരു കൈ ദശകളാണ്, ഒരു കൈ ലഗ്നമാണ്. ഏത് ലഗ്നത്തിന് ഏത് ദശകൾ തീരുമാനിക്കുന്നത് ചന്ദ്രനെ കൊണ്ടാണ്. ലഗ്നം തീരുമാനിക്കുന്നത് ജനന സമയത്തിൻ്റെ അവസ്ഥ കൊണ്ടാണ്. അപ്പോൾ ഏത് ലഗ്നത്തിനാണ് ദശ വരുന്നത് ചന്ദ്രനെ കൊണ്ട് നമുക്ക് വേഗം മനസ്സിലാവാം. പക്ഷേ സമയം കൃത്യമാവേണ്ടത് ലഗ്നത്തിൻ്റെ ഇമ്പോർട്ടൻസാണ്. ഏത് ലഗ്നത്തിനാണ് ദശ വരുന്നത്? ലഗ്നത്തിൻ്റെ 1, 5, 9 ഭാവാധിപൻ്റെ ദശയാണോ, ലഗ്നത്തിൻ്റെ 6, 8, 12 ഭാവാധിപൻ്റെ ദശയാണോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ദശ ഒരു കൈയാണെങ്കിൽ ഒരു കൈ ലഗ്നമാണ്. ഞാൻ 6 ചക്രങ്ങളെയും 2 പാളങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നതിൽ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് മാറ്റർ ഇത് തന്നെയാണ്. ദശ വന്നാൽ മാത്രമാണ്. ഇപ്പോൾ ചില ആളുകൾ പല വ്യത്യസ്തമായ അവസ്ഥകളിലൂടെ കടന്നു വരും. ചിലർ 40 വയസ്സിന് ശേഷം നന്നാവും, ചിലർ ചെറുപ്പം മുതലേ, കുഞ്ഞ് ജനിച്ചപ്പോൾ മുതലേ വളരെ ലക്ഷറി ആയിട്ട് ലൈഫ് ഉണ്ടാവും. കാര്യം പേരൻസൊക്കെ നന്നായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ കാരണം അവർക്ക് ചെറുപ്പം മുതലേ നല്ല ദശകളും നല്ല ലഗ്നവും ഉണ്ടാവും. ചിലവർക്ക് ലഗ്നാധിപൻ നീചം ചെയ്തിട്ടുണ്ടാവും, നീചഭംഗ രാജയോഗം ചെയ്തിട്ടുണ്ടാവും. നീചഭംഗ രാജയോഗം ചെയ്യുമ്പോൾ എപ്പോഴാണ് ബലം വരിക? 33 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സിന് ശേഷമാണ് നീചഭംഗ രാജയോഗത്തിൻ്റെ ഫലം വരുള്ളൂ. നീചം ചെയ്ത് കഴിഞ്ഞാൽ ഫാമിലിയുടെ ബലങ്ങൾ കുറഞ്ഞു നിൽക്കും. അപ്പോൾ 30 വയസ്സ് സ്വന്തം ഫലത്തിലൂടെയാണ് വേണ്ടത് നേടുക. അപ്പോൾ ലഗ്നാധിപൻ ഉച്ചം ചെയ്തിട്ട് അല്ലെങ്കിൽ ലഗ്നത്തിന് ശുഭത്വം വന്നു 1, 5, 9 ഭാവാധിപൻ്റെ ദശകൾ ചെറുപ്പം മുതലേ അനുകൂലമായിട്ട് വന്നെങ്കിൽ നല്ല അവസ്ഥയിലാണ്. അപ്പോൾ ദശ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് സൂര്യനും ശനിയും, പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് സൂര്യനും ശനിയും തമ്മിലുള്ള യോഗം വന്നു കഴിഞ്ഞാൽ പിതൃനാശം വരുമോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഒരു ഉദാഹരണ ജാതകത്തെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണ ജാതകം പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും എൻ്റെ കയ്യിൽ തന്നെ വന്ന് എനിക്കത് ഈസി ആയിട്ട് പറയാൻ പറ്റുകയും ചെയ്യുന്ന ഒരു ജാതകമാണ്. അതെങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കുക എന്നുള്ളത് ഈ ജാതകത്തിലൂടെ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നുള്ളതാണ്. അത് ഏകദേശം 26/11/1985 3:40 ജനിച്ച ഒരു 3:40 ജനിച്ച ഒരു പെൺകുട്ടിയുടെ ജാതകമാണ്. കൊല്ലം ഭാഗത്താണ് ജനിച്ചത്. അപ്പോൾ ആ ജാതകത്തിൽ ജനനം വന്നിട്ട് നക്ഷത്രമൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം, പൗർണമി തിഥിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ജാതകമാണ്. പൗർണമി തിഥിയുണ്ട്. അതുപോലെ കാർത്തിക 1-ാം ഭാഗത്തിലാണ് ജനനം. സൂര്യൻ വന്നിട്ട് 7 രാശി 10 ഡിഗ്രിയിലാണ്. 7 രാശി 10 ഡിഗ്രിയിൽ സൂര്യനുണ്ട്. ശനി വന്നിട്ട് 7 രാശി 7 ഡിഗ്രി
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 3 ഡിഗ്രി ഗ്യാപ്പുള്ളൂ, വളരെ അടുത്തു. സൂര്യശനി ബന്ധം വളരെ അടുത്തു. അപ്പോൾ ലഗ്നം വന്നിട്ട് ഇവിടെ ഒരു പ്രധാന പോയിന്റ് അത് നമുക്ക് പറയാം. മേടലഗ്നമാണ്. ലഗ്നത്തിൽ തന്നെ ആരുണ്ട്? ചന്ദ്രനുണ്ട്, കൂടെ രാഹുവുണ്ട്. ചന്ദ്രനുണ്ട്, കൂടെ രാഹുവുണ്ട്. അപ്പോൾ ചന്ദ്രൻ മാതൃകാരകനാണ്. മാതൃകാരകന് രാഹുബന്ധം വരുന്നത് നന്നല്ല. പിതൃകാരകൻ സൂര്യനാണ്. സൂര്യന് ശനിബന്ധം വരുന്നത് നന്നല്ല. അപ്പോൾ മാതാവിനും മനോവിഷമം ഉണ്ടാവും, പിതാവിനും വിഷമം ഉണ്ടാവുന്ന തരത്തിലാണ് ജാതകം വന്നിരിക്കുന്നത്. മേടലഗ്നമാണ്. ലഗ്നത്തിൽ ചന്ദ്രൻ രാഹു ഉണ്ട്. പിന്നെ ഉള്ളത് കന്നിയിലാണ്. 6ാം ഭാവത്തിൽ ചൊവ്വയുണ്ട്. 6ാം ഭാവത്തിൽ ചൊവ്വയുണ്ട്. 7 ശുക്രൻ ശിഖി. 7 നിൽക്കുന്ന ശുക്രൻ പൗർണമി ചന്ദ്രനാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. പ്ലസ് 7 സ്വക്ഷേത്ര ബലവാനായ ശുക്രൻ കേതുയോഗം ചെയ്ത് കഴിഞ്ഞാൽ ശുക്രൻ്റെ ലക്ഷറി വർദ്ധിക്കും. ശുക്രൻ്റെ കൂടെയോ ഗുരുവിൻ്റെ കൂടെയോ നിൽക്കുന്ന കേതു വർദ്ധിതമായ ശുഭത്വ ഫലങ്ങളാണ് തരിക. ശുക്രൻ്റെ ഗുണങ്ങളെല്ലാം വർദ്ധിക്കും. ഗുരുവിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഖേടയോഗം എന്ന് പറയും, ധനവർദ്ധനവുണ്ടാവും. അപ്പോൾ കേതു യോഗം ചെയ്ത ശുക്രൻ 7ലുണ്ട്, മളവിയോഗം ചെയ്തിട്ട്. അത് ചന്ദ്രൻ്റെ ലഗ്നത്തിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ല ലക്ഷറിയിലാണ് ഈ കുട്ടി ജീവിക്കുന്നത്. 8 രവി, ബുധൻ, ശനി. അവിടെ ഒരു ബുധനുണ്ട് 8. പക്ഷേ അഷ്ടമത്തിലാണ് ആര് നിൽക്കുന്നത്? പിതൃകാരകനായ സൂര്യനും അത് കൂടെ ശനിയും 6ാം ഭാവാധിപനായ ബുധനും 10, 11 ഭാവാധിപനായ ശനിയും ചേർന്നിട്ടാണ് നിൽക്കുക. 5ാം ഭാവാധിപനായ സൂര്യൻ്റെ കൂടെ 6ാം ഭാവാധിപനായ ബുധൻ കൂടെ ശനി. അപ്പോൾ ഞാൻ പറഞ്ഞു സൂര്യനും ശനിയും തമ്മിൽ 3 ഡിഗ്രിയുടെ ഗ്യാപ്പേ ഉള്ളൂ. ഇനി 9ാം ഭാവം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് പിതൃനാശം വരിക, ദശ വരണം എന്ന് പറഞ്ഞു. അത് അഷ്ടമത്തിൽ കഴിഞ്ഞു, 9ലില്ല, 10ൽ ഗുരു. അത് മാത്രമേ ഉള്ളൂ. 10ൽ ഗുരു പറയുമ്പോൾ മകരത്തിലെ നീചനായ ഗുരു നീചനാണ്. അപ്പോൾ മേടലഗ്നക്കാർക്ക് എന്തൊക്കെ നോക്കണം നമ്മൾ പിതൃഭാവം നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവകാരകത്വം നോക്കുന്നത് എപ്പോഴും ചന്ദ്രാലും ലഗ്നാലും ഒരുപോലെ നോക്കണം. ലഗ്നാൽ മാത്രം നോക്കിയാൽ പോരാ. പിതാവിൻ്റെ ആണെങ്കിലും പുത്രൻ്റെ ആണെങ്കിലും മാതാവിൻ്റെ ആണെങ്കിലും ഭാര്യസ്ഥാനാണെങ്കിലും ഏത് കാര്യവും ജഡകാരകത്വം നമുക്ക് ലഗ്നം മാത്രം വെച്ച് നോക്കിയാൽ മതി. പക്ഷേ ജീവകാരകത്വം നമ്മൾ ലഗ്നവും ചന്ദ്രനും ചേർത്ത് നോക്കണം. ചന്ദ്രാൽ 9ാം ഭാവവും ലഗ്നാൽ 9ാം ഭാവവും നോക്കണം. അപ്പോൾ എന്തൊക്കെ നോക്കണം എന്നുള്ളതാണ് 9ാം ഭാവം, 9ാം ഭാവാധിപൻ, 9ാം ഭാവകാരകനായ സൂര്യൻ. ഇത് 3ഉം കെട്ടുപോയാൽ മാത്രമേ പിതൃനാശം പറയാവുള്ളൂ. എങ്ങനെ കെട്ടാലും എപ്പോൾ പറയാവുള്ളൂ? ദശ വരണം. 9ാം ഭാവാധിപൻ്റെയോ അല്ലെങ്കിൽ 9ാം ഭാവകാരകൻ്റെയോ ദശ വരുമ്പോഴാണ് ദോഷം വരുള്ളൂ. അപ്പോൾ ഈ ജാതകത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ജാതകത്തിൽ അഷ്ടമത്തിൽ ഞാൻ പറഞ്ഞു സൂര്യനാണ് 5ാം ഭാവാധിപൻ. 10ാം ഭാവാധിപനും 11ാം ഭാവാധിപനുമായ ശനിയാണ് സൂര്യനെ കേടുവരുത്തുന്നത്. 3 ഡിഗ്രിയിൽ നിന്നിട്ട് അഷ്ടമത്തിൽ, ലഗ്നാൽ അഷ്ടമം പറയുമ്പോൾ മോശം സ്ഥാനം തന്നെയാണ്. അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യ ശനി ബന്ധം ഈ ജാതകത്തിന് പിതൃദോഷത്തെ വരുത്തും. എങ്ങനെ വരുത്തും? 9ാം ഭാവം ഏതാണ്? മേടത്തിന് 9ാം ഭാവം ധനുവാണ്. 9ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് 10ലാണ്. അപ്പോൾ അഷ്ടമത്തിൽ നിന്ന ശനി 3ാം ദൃഷ്ടി 10ലേക്ക് വരും. ഗുരുവിനെ നോക്കി 9ാം ഭാവാധിപനെ നീചനാണ് ഓൾറെഡി. 9ാം ഭാവാധിപൻ നമുക്ക് നോക്കാം. 9ാം ഭാവം, ഭാവാധിപൻ, ഭാവകാരകൻ എങ്ങനെയൊക്കെ കെട്ടുപോകും നോക്കാം. 9ാം ഭാവാധിപൻ കെട്ടുപോയി. എങ്ങനെ കെട്ടുപോയി? 9ാം ഭാവാധിപൻ ഗുരു നീചൻ ചെയ്തു. രണ്ടാമത് ആ ഗുരുവിനെ ശനി നോക്കി. എങ്ങനെയുള്ള ശനി? സൂര്യബന്ധം വന്ന ശനി നോക്കിയിട്ട് കേടുവരുത്തി. 9ാം ഭാവാധിപനെ കേടുവരുത്തി. 1. ഇനി 9ാം ഭാവം 6ൽ നിൽക്കുന്ന ചൊവ്വ പാവനാണ്, ശനി പാവനാണ്, രാഹു പാവനാണ്, അമാവാസി ചന്ദ്രൻ പാവനാണ്. ഇതൊക്കെ നമ്മൾ നോക്കണം. 6ൽ നിൽക്കുന്ന ചൊവ്വ 9ാം ഭാവത്തിലേക്ക് നോക്കി. 6ൽ നിന്നിട്ട് 4ാം ദൃഷ്ടി 6, 7, 8, 9 4ാം ദൃഷ്ടി ചൊവ്വയുടെ 9ാം ഭാവത്തിൽ നോക്കി 9ാം ഭാവം കേടുവന്നു. അപ്പോൾ 9ാം ഭാവാധിപനെ 3ാം ദൃഷ്ടി കൊണ്ട് ശനി കേടുവരുത്തി. അതുപോലെ തന്നെ 9ാം ഭാവത്തിലേക്ക് 4ാം ദൃഷ്ടി കൊണ്ട് ചൊവ്വ കേടുവരുത്തി. ഇനി കാരകൻ, ഭാവം, ഭാവാധിപൻ, കാരകൻ, ചന്ദ്രാലും ലഗ്നാലും. ഇവിടെ എന്താ പ്രത്യേകത? ഈ ലഗ്നത്തിൽ തന്നെ ചന്ദ്രൻ നിന്നുകൊണ്ട് ചന്ദ്രാലും ലഗ്നാലും എന്ന് പറയുന്നത് ഒറ്റ ഫലമാണ്.
ചന്ദ്രൻ വേറൊരു ഭാഗത്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചെറിയ മാറ്റങ്ങൾ വരും. ഇവിടെ ലഗ്നത്തിൽ നിൽക്കുന്ന പൗർണമി ചന്ദ്രൻ, ചന്ദ്രാലും ലഗ്നാലും ഒരേ 9ാം ഭാവമേ ഉള്ളൂ, ഒരേ 9ാം ഭാവാധിപനേ ഉള്ളൂ, ഒരേ കാരകൻ പിന്നെ എല്ലാം പൊതുവാണ്. പിന്നെ കാരകനെ കേടു, ആദ്യം കാരകനെ കേടു വന്നാലാണ് ദോഷം വരിക. സൂര്യനെ ശനി 3 ഡിഗ്രിയുടെ ഉള്ളിൽ നിന്നിട്ട് അസ്തമനം ചെയ്യും. അസ്തമനം പറഞ്ഞത് മൗഢ്യം ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം സൂര്യദശയിൽ പിതാവ് പൂർത്തീകരിക്കില്ല. അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിൽ തന്നെ വന്ന ജാതകമാണ്, എനിക്കത് പറയാൻ പറ്റിയെന്നുള്ളത്. ഇതിൻ്റെ വിധികൾ ഇതാണ്, ഇത്രയേ ഉള്ളൂ വിധി. കൃത്യമായ വിധികളാണ് ജ്യോതിഷത്തിലുള്ളത്. പക്ഷേ നമ്മളിതിന്ന് ആ വിധികളെ സെലക്ട് ചെയ്ത് എടുക്കുക എന്ന് പറയുന്ന ഒരു ക്രിയയ്ക്ക് നമ്മൾ ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്യുകയും നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കുകയും വേണം. ഇങ്ങനെ തന്നെയാണെന്ന് ഉറപ്പിച്ച് നമുക്ക് കോൺഫിഡൻസ്, നമുക്ക് പരിചയമുള്ള ഒരു 10 ആളുടെ ജാതകമെങ്കിലും ഡിസ്കസ് ചെയ്ത് പരിചയമുള്ള ആളുകളിൽ നിന്ന് ജാതകം വാങ്ങിച്ച് അത് നമ്മൾ നോക്കി എഴുതി പഠിച്ച് എപ്പോൾ പിതാവ് മരിച്ചു, എങ്ങനെ മരിച്ചു, എന്ത് മരിച്ചു എന്നുള്ള ആ ഒരു സ്റ്റഡി ചെയ്ത് നമുക്ക് പരിചയമുള്ളവരിലൂടെ വേണം ജ്യോതിഷത്തെ പഠിച്ച് കോൺഫിഡൻസ് വരുത്താൻ. എന്നിട്ട് വേണം പ്രഡിക്ഷൻ ചെയ്യാൻ. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് ഇത് ഭാവം കെട്ടു, ഭാവാധിപൻ കെട്ടു, കാരകൻ കെട്ടു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സൂര്യദശയോ ശനിദശയോ വന്നുകൂടാ. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറയാം സൂര്യദശയും ശനിദശയും വന്നാൽ പിതാവിന് നാശം. അത് നമുക്ക് ഉടൻ തന്നെ നമ്മൾ എടുത്തും അതാ പറയാം. സൂര്യദശ ശനിദശ വന്നാൽ പിതാവിന് നാശം. ഇയാൾക്ക് സൂര്യദശ വന്നോ? ഇയാൾ ഏതാ നക്ഷത്രം വന്നേ? അയാൾക്ക് വന്നത് കാർത്തിക നക്ഷത്രമാണ്, 1ാം പാദം. കാർത്തിക എന്ന് പറയുന്നത് കാർത്തിക, ഉത്രം, ഉത്രാടം എന്ന് പറയുന്ന 3ഉം സൂര്യൻ്റെ നക്ഷത്രങ്ങളാണ്. അപ്പോൾ എന്ത് വരും? സൂര്യദശയിലെ ജനനം. എത്ര വർഷം? ഏകദേശം സൂര്യൻ 6 വയസ്സ് 6 കൊല്ലാണ്. കാർത്തിക 1ാം പാദം ആയേണ്ടത് മാക്സിമം നമുക്ക് 6 വയസ്സ് അല്ലെങ്കിൽ 5.5 വയസ്സ് വരെ പറയാം. ഈ 5.5 വർഷത്തിൽ ഈ ഷഷ്ടാഷ്ടമം വരുന്ന സൂര്യൻ്റെ 6ൽ വരുന്ന ചന്ദ്രൻ്റെയോ രാഹുവിൻ്റെയോ അപഹാരത്തിൽ പിതാവിന് ബുദ്ധിമുട്ട് വരും. അല്ലെങ്കിൽ ശനിയുടെ അപഹാരത്തിൽ പിതാവ് നഷ്ടപ്പെടും. ഇവിടെ മരണപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ നമ്മൾ അല്ലെങ്കിൽ വിദേശത്ത് പോകുന്നോ, പിരിഞ്ഞു പോകുന്നോ, ഡൈവോഴ്സ് വാങ്ങിച്ച് പോകും, അല്ലെങ്കിൽ പിതാവിനെ നഷ്ടപ്പെടുന്ന ഡൈവോഴ്സ് വാങ്ങിക്കുമ്പോഴൊക്കെ നമ്മളെപ്പോഴും കുട്ടികളുടെ ജാതകം നോക്കും. കാര്യം ഭാര്യയും ഭർത്താവും തമ്മിൽ ഡൈവോഴ്സിന് വന്നാൽ ഉടൻ കുട്ടികളുടെ ജാതകം നോക്കണം. കുട്ടികൾക്ക് പിതാവിനെ നഷ്ടപ്പെടാൻ യോഗം ഉണ്ടെങ്കിലാണ് ഭാരതീയ രീതിയിൽ നമുക്ക്, കാര്യം ചെറിയ കുട്ടികളാണെങ്കിൽ മാതാവിൻ്റെ കൂടെ വളരുക. അതുകൊണ്ട് ഭാരതീയ രീതിയിൽ പിതാവിനെ നഷ്ടപ്പെടാനുള്ള യോഗം കുട്ടിക്കുണ്ടെങ്കിലാണ് ഡൈവോഴ്സ് നടക്കുള്ളൂ. ഇവിടെ ഡൈവോഴ്സ് അല്ല നടക്കുന്നത്, മരണപ്പെടും. എന്തുകൊണ്ടാണ്? പൂർണ്ണമായ നാശമാണ്. 9ാം ഭാവം, 9ാം ഭാവാധിപൻ, 9ാം ഭാവക്കാരകനായ സൂര്യൻ. അപ്പോൾ സൂര്യന് ശനിബന്ധം വന്ന് കെട്ടുപോയി. 9ാം ഭാവാധിപനായ ഗുരുവിന് നീചം വന്നു. നീചം വന്നതിലെ പാപത്വം വന്നു, ചെറിയ പാപത്വമാണ്. പ്ലസ് ശനിയുടെ ദൃഷ്ടി വന്നു, 3ാം ദൃഷ്ടി വന്നു. അത് കൂടാതെ 9ാം ഭാവത്തിലേക്ക് 6ൽ നിൽക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടി വന്നു. 6ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ചൊവ്വ ദൃഷ്ടി വന്നു. ഇങ്ങനെ 9ാം ഭാവം അത് ചന്ദ്രാലും ലഗ്നാലും വന്നു. നമ്മൾ ശ്രദ്ധിക്കണം, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പൂർണ്ണ നാശം വന്ന് സൂര്യദശ നടന്നാൽ പിതാവ് ഉണ്ടാവില്ല. നമുക്ക് പറയാൻ ഒരു മടിയും വേണ്ട. 5 വയസ്സിൻ്റെ ഉള്ളിൽ പിതാവ് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക്, എൻ്റെ കയ്യിൽ തന്നെ വന്ന ജാതകം തന്നെയാണതുകൊണ്ട് ഞാനത് പറഞ്ഞതും ആയതുകൊണ്ടാണ് എനിക്കത് ക്ലിയറായിട്ട് പറയാൻ പറ്റും. 5 വയസ്സിൽ പിതാവ് നഷ്ടപ്പെട്ടു. ഇങ്ങനെ നമുക്ക് പ്രഡിക്ഷൻ വളരെ വളരെ കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റുകളും നമ്മൾ ഇതിൽ കോൺഫിഡൻസ് വരാൻ വേണ്ടി നമ്മൾ നല്ല പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഭാവം, ഭാവാധിപൻ, ഭാവകാരകൻ, ഇത് പൂർണ്ണനാശം വരുന്ന അവസ്ഥയെ നമുക്ക് എളുപ്പത്തിൽ പറയാം. ഈ ജാതകം എളുപ്പത്തിൽ പറയാൻ പറ്റും. മറ്റ് ജാതകങ്ങളിൽ ചില ജാതകങ്ങൾ നമുക്ക് അങ്ങനെ പറയാൻ കുറച്ച് റിസ്ക് ഉണ്ട്. കാര്യം ചിലപ്പോൾ ചൊവ്വയുടെ ദൃഷ്ടിക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു ദൃഷ്ടി വന്നു എന്ന് വയ്ക്കാം. ചൊവ്വയ്ക്ക് അല്ലെങ്കിൽ പകരം അവിടെ 9ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയില്ല. അപ്പോൾ പിതാവ് ദൂരം പോയി എന്നേ പറയാവുള്ളൂ, അല്ലെങ്കിൽ വിദേശം, അങ്ങനെ. അപ്പോൾ നമ്മൾ ഫലം എടുക്കാൻ കുറച്ച് സമയം, ഡൈവോഴ്സ് ആണെന്ന് പറയാനൊക്കെ കുറച്ച് പിതൃബലം, പിതാവല്ലാത്തൊരവസ്ഥയിൽ ഉണ്ടാവണമെങ്കിൽ 3 കാര്യങ്ങളാണ്: ഭാവം, ഭാവാധിപൻ, ഭാവകാരകൻ. ഭാവം, ഭാവാധിപൻ, ഭാവകാരകൻ. അതുപോലെ ചിങ്ങരാശിയും പ്രധാനമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിതാവിനെ നോക്കുമ്പോൾ ചിങ്ങരാശി നോക്കണം, മാതാവിനെ നോക്കുമ്പോൾ കർക്കിടക രാശി നോക്കണം. ഇവിടെ ചിങ്ങരാശിയിലേക്ക് ആര് നോക്കും? ശനി നോക്കും. ശനിയുടെ 10ാം ദൃഷ്ടി എവിടേക്കാണ്? ചിങ്ങരാശി. ഇതും കൂടി നോക്കിയിട്ടാണ് അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ചിങ്ങരാശിയും സൂര്യനും കെടണം, ചിങ്ങരാശിയും കെട്ടുപോകണം, സൂര്യനും കെട്ടുപോകണം. അപ്പോഴാണ് പിതാവിന് നാശം. അതേപോലെ 9ാം ഭാവം കെട്ടുപോകണം, ഭാവാധിപനും കെട്ടുപോകണം. അപ്പോൾ ചിങ്ങരാശിയും സൂര്യനും, അതായത് 9ാം ഭാവ കാരകനും കാരകൻ്റെ വീടും, 9ാം ഭാവ അധിപനും അധിപൻ്റെ വീടും കെട്ടുപോകണം.
ഇങ്ങനെയാണ് ഫലം പറയുക. 4 കാര്യങ്ങൾ കിട്ടണം. ചന്ദ്രാലും ലഗ്നാലും, സൂര്യനും സൂര്യൻ്റെ വീടും, അതായത് കാരകനായ സൂര്യനും സൂര്യൻ്റെ വീടായ ചിങ്ങരാശിയിലും പാപത്വം വരണം. അതേപോലെ തന്നെ 9ാം ഭാവവും 9ാം ഭാവാധിപനും പാപത്വം വന്ന് കെട്ടുപോകണം. അങ്ങനെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുള്ളൂ? പൂർണ്ണമായ പിതൃനാശം. വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം. സൂര്യദശ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ദശ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ ജാതകത്തിൽ കാർത്തിക നക്ഷത്രം ആയതുകൊണ്ട് ആദ്യത്തെ 6 കൊല്ലം ശരിക്കും സൂര്യദശ തന്നെയായിരുന്നു. ആ സൂര്യദശയിൽ പിതാവ് മരിച്ചു എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റി എന്നുള്ളതാണ്. അത് എല്ലാവർക്കും പറ്റും എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത. ജ്യോതിഷം കൃത്യമായ വിധികളിലാണ് പോകുന്നത്. ഇത് ഡാറ്റയാണ്, ക്ലിയറായിട്ട് നമുക്ക് പോകാം. പക്ഷേ ഇത് പഠിച്ചെടുക്കാൻ കുറച്ചൊരു സമയമെടുക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇത് പഠിച്ചെടുക്കാനുള്ള ശ്രമങ്ങളിലേക്ക് ഓരോ വീഡിയോകളായിട്ട് മുന്നോട്ട് പോവാം. നന്ദി.